ഹലോ എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന്റെ സിലബസ് വന്നു. ഇനി ഈ വന്ന സിലബസ് എന്ന് പറയുന്നത് ഐപ്ലസ് ഈ കോഴ്സ്, അതായത് നമ്മളെ ഈ സയന്റിഫിക് ഓഫീസർ വിളിക്കുന്ന സമയത്ത് കോഴ്സ് തുടങ്ങിയപ്പോഴേ ഒരു സിലബസ് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇതാണ് വരാൻ പോകുന്ന സിലബസ് എന്ന്. അണുവിട തെറ്റാതെ അതേ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഭയങ്കര ഗുണമായിരിക്കും. കാരണം എല്ലാ ആളുകളും പുതിയ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് റിവിഷന്റെ സമയമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സിലബസിന്റെ ഒരു അനാലിസിസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് കേട്ടോ. നമ്മൾ പ്രധാനമായിട്ടും 100 മാർക്കാണ് ഡോക്യുമെന്റ്സിന്റെ സിലബസിലുള്ളത്. അപ്പൊ ഇതിൽ 50 മാർക്ക് എന്ന് പറയുന്ന ഫിസിക്സും 50 മാർക്ക് കെമിസ്ട്രിയാണ്. ഓർക്കുക, ഈ 50 മാർക്ക് എന്ന് പറയുന്നത് PG ലെവലിലുള്ള ഫിസിക്സ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 5 മാർക്ക് ആണ് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നും 5 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി നാലാമത്തെ യൂണിറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ അകത്തു നിന്നും ഉള്ളത്. 5 മാർക്ക്, അതായത് നമുക്ക് ഫിസിക്സിൽ 10 യൂണിറ്റുകളുണ്ട്. ഈ 10 യൂണിറ്റിൽ നിന്ന് ഓരോ യൂണിറ്റും 5 മാർക്ക് വെച്ച് 50 മാർക്കാണ് ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ടോട്ടൽ ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അഞ്ചാമത്തെ യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. 5 മാർക്കാണ് ഇതിന്റെ അകത്ത് കിട്ടുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ആറാമത്തെ യൂണിറ്റ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിനുള്ളത്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഏഴാമത്തെ യൂണിറ്റ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. മില്ലർ ഇൻഡിസസിൽ തുടങ്ങി ഹൈ കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടേഴ്സ്, സുക്കുപ്രേറ്റ്സുകൾ പോലെയുള്ള ഭാഗത്തു നിന്നാണ് കണ്ടന്റുകൾ വന്നിരിക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഉള്ളത്. എട്ടാമത്തെ യൂണിറ്റ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ആണ്. അത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം. കോമൺ ആയിട്ട് മീൻസ് രണ്ടിടത്തും പഠിക്കാനുണ്ട് ഇത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഏറ്റവും കോമൺ ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഭാഗം. 9ാമത്തെ യൂണിറ്റ് മൈക്രോ പ്രോസസർ ആണ്. നമ്മുടെ മിസ് വളരെ ഭംഗിയായിട്ട് മൈക്രോ പ്രോസസറിന്റെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണ് 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിൽ നിന്ന് തുടങ്ങി ലേസറിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ്, അതുപോലെ ഫൈബ്രോട്ടിക്സിന്റെ ഭാഗം നമുക്ക് ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് എന്ന ഭാഗത്ത് പഠിക്കാനുണ്ട്. 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ 10 യൂണിറ്റുകളിലായിട്ട് 10 × 5 50 മാർക്ക് നമുക്ക് ഫിസിക്സ് സ്കോർ ചെയ്യാൻ പറ്റണം. ഇനി ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രിയും ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ കെമിസ്ട്രിയുടെ ഓരോ ടൈറ്റിലുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കെമിസ്ട്രി അധ്യാപികയാണ്. തൽക്കാലം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. മൊഡ്യൂൾ 1 ഇനോർഗാനിക് കെമിസ്ട്രി 1 ആണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ട്. മൊഡ്യൂൾ 2 ആണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി 2 ആണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിന്റെ അകത്ത് നിന്നുമുണ്ട്. ഇനി കണ്ടിന്യൂവേഷൻ ആണ്. 3ാമത്തെ മൊഡ്യൂൾ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. വീണ്ടും 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻസും മാജിക് നമ്പേഴ്സും ഒക്കെ ഇതിന്റെ അകത്തും നമുക്ക് പഠിക്കാനുണ്ട്. റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസും കൗണ്ടിങ് ടെക്നിക്കുകളും റിയാക്ഷന്റെ ആപ്ലിക്കേഷൻസും ഫിഷനും ഫ്യൂഷനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. ടൈം ഡിപ്പെൻഡൻസ് ഓഫ് കണ്ടക്ടിവിറ്റി, കാരിയർ ഡെൻസിറ്റി, കാരിയർ മൊബിലിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടിവിറ്റി, ഫോട്ടോ കണ്ടക്ടിവിറ്റി, ഫോട്ടോവോൾട്ടൈക് എഫക്റ്റ്, ഇതെല്ലാം ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ. 4ാമത്തെ യൂണിറ്റ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രി 1 ആണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട് തോന്നുന്ന ഭാഗമാണ്. പക്ഷെ നമ്മൾ എന്തായാലും ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം, കാരണം 5 മാർക്കുണ്ട്. ഇനി 5ാമത്തെ മൊഡ്യൂൾ ഓർഗാനിക് കെമിസ്ട്രി 2 ആണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ. പിന്നെ 6ാമത്തെ മൊഡ്യൂൾ ഓർഗാനിക് കെമിസ്ട്രി 3 ആണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്. 7ാമത്തെ മൊഡ്യൂൾ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. 1 ആണ്. ഇത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് ഈ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ഫിസിക്കൽ കെമിസ്ട്രി 2 ആണ്. 5 മാർക്കുള്ള ചോദ്യമാണ്. കൈനമാറ്റിക്സും അതുപോലെ ടെം, സെം, ഡാക്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് നമുക്ക് ടെക്നിക്സ് ഒക്കെ ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട്. 8ാമത്തെ മൊഡ്യൂൾ. 9ാമത്തെ മൊഡ്യൂൾ ഫിസിക്കൽ കെമിസ്ട്രി 3 ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ് തുടങ്ങി ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ചും പിന്നെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. 9ാമത്തെ മൊഡ്യൂൾ 5 മാർക്ക്. 10ാമത്തെ മൊഡ്യൂൾ അനാലിറ്റിക്കൽ എൻവയോൺമെന്റൽ മെറ്റീരിയൽ ആൻഡ് സൂപ്പർ മോളിക്കുലർ കെമിസ്ട്രി ആണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് പഠിക്കാനുള്ളത്. കാരണം ഇതിനകത്ത് ഓർഗാനിക് പോലെയുള്ള കഷ്ടപ്പാടുകളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. 5 മാർക്ക്. അപ്പോൾ
ഇങ്ങനെ 50 മാർക്കാണ് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ I+ലെ കുട്ടികളെ, നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളെ കുറിച്ച് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. കാരണം നമ്മള് കോഴ്സ് തുടങ്ങിയപ്പോൾ നമ്മൾ ഇട്ട അതേ സിലബസ് ഒരു വാക്കോ ഒന്നും മാറാതെ അതുപോലെ ഇതിനകത്ത് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഒത്തിരി മുന്നെയാണ്. ഇനി കോഴ്സ് എടുക്കാത്ത കുട്ടികളാണെങ്കിലും വളരെ കോൺഫിഡന്റ് ആയിട്ട് 2 മാസം കഷ്ടപ്പെട്ട വളരെ ഈസി ആയിട്ട് ഈ ജോലിക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവർക്കും I+ന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ I+ലെ കുട്ടികൾ ആദ്യത്തെ 5-ൽ അല്ലെങ്കിൽ ആദ്യത്തെ 10-ൽ വരണം. മറ്റുള്ളവരാണെങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരോടും കോമ്പീറ്റ് ചെയ്ത് നല്ല റാങ്കിൽ എത്തണം എന്നുള്ളത് പറയുകയാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.